എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ മുട്ടക്കുറുമയാണ്. നല്ല കൊഴുത്ത ഗ്രേവിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പാലപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഇനിയിപ്പോൾ ബ്രെഡിനും പുട്ടിനൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറി തന്നെയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ പേജിൽ ഞാനിടുന്ന മുട്ട റെസിപ്പികളുടെ വീഡിയോസ് എല്ലാം തന്നെയും ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് എൻ്റെ കൂട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാചകങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതും. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മുട്ടക്കുറുമ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഈ ഒരു സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായ 6 മുട്ട ഞാനിവിടെ പുഴുങ്ങി ഒന്ന് വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാനും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ കൂടെ തന്നെ പുഴുങ്ങിയ മുട്ട കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കണം മുട്ട പാനിലേക്ക് മാറ്റേണ്ടത്. ഇനി തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ടയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം. അതുവരെയാണ് നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ടയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് 4 ഏലക്കയും 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് കുരുമുളകും 10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 സവാളയാണ് ചേർത്ത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കുതിർത്തിയ കാഷ്യൂ കൂടെ ചേർത്ത് വഴറ്റാം. കാഷ്യൂ ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് സവാളയുടെ നിറമൊന്നും പോകാതെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു അരമുറി നാളികേരം തിരുമ്മി പാല് കൂടെ ഒന്ന് പിഴിഞ്ഞു വയ്ക്കാം. തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കുറുകിയ പാല് കിട്ടാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താൽ മതിയാകും. ഇനി ഈ സവാളയിലേക്ക് 2 തണ്ട് മല്ലിയില ചേർക്കാം. വീണ്ടും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന സവാള കളറൊന്നും നഷ്ടപ്പെടാതെ വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം. 2 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറ്റിയും കൂടി എടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് പുതിന ഇല കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറി വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ചേരുവകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 10 കാഷ്യൂസും കുറച്ച് റേസിൻസും 2 തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ മുട്ടക്കുറുമയ്ക്ക് ഗാർണിഷിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയൊന്നും ചെയ്തെടുക്കേണ്ട ഒരാവശ്യവുമില്ല. എങ്കിലും ഞാൻ എൻ്റെ കാറ്ററിംഗിൽ ചെയ്തു കൊടുക്കുന്ന പാചക രീതിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതും. അതുകൊണ്ടാണ് ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുള്ളതും. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയ ആൾക്കാർക്ക് ഒരു പ്രചോദനം ആകാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നതും. അങ്ങനെ നമ്മുടെ വഴറ്റിയ ചേരുവകളൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നു. ഇനി ഞാനിതൊന്ന് കോരി മാറ്റുവാണ്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകവും 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 കറിയാമ്പൂ, 5 ഏലക്ക, ഇത്രയും മസാലകൾ ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം മസാലകൾ മുരിയിച്ചെടുക്കേണ്ടത്. മസാലകൾ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രേവി കൂടെ ചേർക്കാം. ഗ്രേവി മുഴുവനും തന്നെ വടിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന്
വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമെല്ലാം വറ്റി ഗ്രേവി ഒന്ന് തുള്ളി തിളച്ച് വരുന്ന ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 മില്ലി അളവിലാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കറി നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികൾ പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് തിളക്കുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്രേവിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ടാകും. 2 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി മുട്ടയും ഗ്രേവിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയിലേക്ക് മസാല എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാല് 150 മില്ലി അളവിൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കറി തിളച്ചു പോവാതിരിക്കാനായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കറി തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും കൊഴുത്ത ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള സവാളയുടെ അളവ് കുറക്കാവുന്നതാണ്. ഈ ഒരു കറി ചൂടക്കൊന്ന് ആറി വരുമ്പോൾ ഒന്നുകൂടെ കട്ടിയായി വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം ലൂസായിട്ട് വേണം കറി തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഗരം മസാലപ്പൊടിയും ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഗാർണിഷ് കൂടെ ചേർത്ത് നമ്മുടെ കറി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.